നമസ്കാരം. റഷ്യ ഉക്രൈൻ യുദ്ധം പുതിയ തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. മോഷ്ടിച്ച ധാന്യവുമായി എത്തിയ കപ്പലുകളെ തടഞ്ഞും റഷ്യയുടെ ഉള്ളിലെ എണ്ണ ശുദ്ധീകരണശാലകൾ തകർത്തെറിഞ്ഞും ഉക്രൈൻ തിരിച്ചടി ശക്തമാക്കുകയാണ്. റഷ്യൻ നിഴൽ കപ്പലുകൾക്കെതിരെ ഉക്രൈൻ അധിനിവേശ പ്രദേശങ്ങളിൽ നിന്നും റഷ്യ നിയമവിരുദ്ധമായി കടത്തിയ ധാന്യങ്ങളുമായി ഇസ്രയേലിലെത്തിയ പനോർ മിക്സ് എന്ന കപ്പലിന് കടുത്ത പ്രതിഷേധത്തെ തുടർന്ന് ചരക്കിറക്കാൻ അനുമതി ലഭിച്ചില്ല. ഒരാഴ്ച നീണ്ടുനിന്ന രാഷ്ട്രീയ നീക്കങ്ങൾക്കൊടുവിലാണ് ഈ കപ്പൽ ഇസ്രയേലിന്റെ ജലാതിർത്തി വിട്ടത്. റഷ്യയുടെ ഷാഡോ ഓയിൽ കപ്പലുകളെ തടയുന്നത് പോലെ തന്നെ അവരുടെ നിഴൽ ധാന്യ കപ്പലുകൾക്കെതിരെയും തങ്ങൾ പോരാടുന്നു എന്ന് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി വ്യക്തമാക്കി. മോഷ്ടിച്ച ധാന്യം വാങ്ങുന്നതും ഇത്തരം കപ്പലുകൾക്ക് ഇൻഷുറൻസ് നൽകുന്നതും കുറ്റകൃത്യത്തിന്റെ ഭാഗമാണ് എന്നാണ് ഉക്രൈൻ വിദേശകാര്യ മന്ത്രി ആൻഡ്രീ സിഹിബ വ്യക്തമാക്കിയത്. ലോകരാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയതും അതുതന്നെയായിരുന്നു. എന്തായാലും സമാനമായ രീതിയിൽ സ്വീഡനിലും കഫ എന്ന ബൾക്ക് കാരിയർ നിയമവിരുദ്ധ ചരക്കു കടത്തിന്റെ പേരിൽ അധികൃതർ പിടിച്ചെടുത്തിരുന്നു.